ഇന്ന് സ്കൂളിൽ പോയില്ലേ? ആ എന്തൊക്കെയാണ് എന്റെ ക്ലാസ്സിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയൂ. എന്റെ ക്ലാസ്സിലെ ഒരു കുട്ടി റിമോട്ട് കാർ മേടിച്ചിട്ടുണ്ട്. എനിക്ക് റിമോട്ട് കാർ മേടിച്ചു തരുവാ? പുതിയ കാറാ? ആ എടാ, കഴിഞ്ഞ മാസല്ലേ നീ ഒരു സൈക്കിള് വാങ്ങി തന്നില്ലേ? ആ അത് കഴിഞ്ഞ മാസല്ലേ വാങ്ങിയത്. ആ ഇനി പെട്ടെന്ന് റിമോട്ട് കാർ വാങ്ങാറിഞ്ഞാല് പ്രയാസല്ലേ? ഇല്ല, കഴിഞ്ഞ മാസത്തെ സൈക്കിള് കഴിഞ്ഞ മാസല്ലേ, അത് കുറച്ച് ദിവസം കഴിഞ്ഞില്ലേ വെച്ചിയാ? ഒരു മാസല്ലേ ആയിട്ടുള്ളൂ. അത് കേട് വന്നിട്ട് പോലും ഇല്ല. ഇപ്പോഴും അത് നല്ല സൈക്കിളാണ്, അതിനൊരു പ്രശ്നമില്ലല്ലോ. ഇല്ല, പക്ഷെ ഒരു വണ്ടിയും കൂടി മേടിച്ചെന്നാലേ കുറച്ചും കൂടി ഉപകാരമാണ്. അങ്ങനെ പറയാൻ പാടില്ല. നിനക്കിപ്പോ പുതിയൊരു വണ്ടി ഉണ്ട്, അതിന് പുറമെ ഇനി വേറൊരു വണ്ടിയും കൂടി വാങ്ങാന്ന് പറഞ്ഞാലേ അത് ശരിയാണോ എന്ന് ആലോചിച്ച് നോക്ക്. അതുപോലും കിട്ടാത്ത എത്ര കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. നിനക്കിപ്പോ ഇഷ്ടം പോലെ ടോയ്സ് ഉണ്ട്, അതുകൊണ്ടൊക്കെ കളിക്ക്. വീണ്ടും വീണ്ടും പുതിയ പുതിയ ടോയ്സ് വാങ്ങണേക്കാളും നല്ലത് ഇപ്പൊ ഉള്ള ടോയ്സ് ആയിട്ട് നീ ഇങ്ങനെ കളിക്ക്. ഉള്ള ടോയ്സ് കുറച്ച് കേട് വന്നില്ലേ? ഏത് ടോയ്സാ കേട് വന്നത്? KCBന്റെ ചക്രം എന്നും ഓടിച്ച് അതിന്റെ ചക്രം വെളിഞ്ഞിക്കുന്നു. അതൊക്കെ പറഞ്ഞോട്ടെ, അപ്പൊ കഴിഞ്ഞ മാസം പുതിയ സൈക്കിള് വാങ്ങില്ലേ, അത് നീ ഓട്ടിക്കളിക്ക്. അത് എപ്പോഴെങ്കിലും ഓട്ടല്? നീ ഒന്ന് ഓട്ടിക്കോ, അത് നീ ഓട്ടിക്കളിക്ക്. അത് സ്കൂള് വിട്ട് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഓട്ടല്, അപ്പൊ ക്ഷീണം പിടിച്ചൂലേ? ആ, ഏത് ടോയ്സ് വാങ്ങിയാലും നീ വൈകുന്നേരല്ലേ കളിക്കുള്ളൂ. അപ്പൊ നീ എന്ത് ചെയ്യാ, ഈ ഒരു ടോയ്സ് ആയിട്ട് നീ കളിക്ക്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാ, അതിന്റെ അടുത്ത ബർത്ത്ഡേ ഉണ്ടാവല്ല, അന്ന് നമുക്ക് പുതിയൊരു ടോയ്സ് വാങ്ങാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാ, ഇനി ഈ അടുത്ത എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങും. അങ്ങനെ ഫുൾ മാർക്ക് വാങ്ങുമ്പോൾ എന്ത് ചെയ്യും, അപ്പൊ നിനക്ക് ഞാൻ ഒരു ഗിഫ്റ്റ് ആയിട്ട് നല്ലൊരു ടോയ്സ് വാങ്ങിത്തരും. തന്നെയാണ് എല്ലാ വിഷയത്തിലും ഫുൾ മാർക്ക് പറഞ്ഞില്ലേ, ഇങ്ങോട്ട് മേടിച്ചിട്ടില്ലല്ലോ. പിന്നെ എനിക്ക് ഇതുവരെ നീ ചോദിച്ച ടോയ്സ് ഒക്കെ വാങ്ങി തന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ആ റൂമിൽ ചെന്നാല് എത്ര ടോയ്സാണ് ആ റൂമിലുള്ളത്. കുറേ കേട് വരുത്തിയതുണ്ട്, കുറേ നല്ലതുണ്ട്, ഒക്കെ നിനക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പൊ കഴിഞ്ഞ മാസം ഒരു സൈക്കിൾ വാങ്ങിയത് അതുവരെ നിന്റെ കയ്യിലുണ്ട്. എന്നിട്ടും നീ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ടോയ്സ് വേണം പറഞ്ഞത് ശരിയല്ല. എന്റെ പൊന്നും മോനൊരു കാര്യം ചെയ്യും. എന്താ അറിയോ, ഇപ്പൊ നല്ലൊരു റിമോട്ട് കാർ വാങ്ങിത്തരും എന്നറിയോ, നിന്റെ അടുത്ത ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ എന്ത് ചെയ്യാ, നിനക്ക് ഇനി അടുത്ത ക്വാർട്ടർലി എക്സാം വരല്ലേ, അപ്പൊ എക്സാം വരുമ്പോ എന്ത് ചെയ്യും, എക്സാമില് എല്ലാ വിഷയത്തിനും ഫുൾ മാർക്ക് വാങ്ങുക. അങ്ങനെ വാങ്ങുമ്പോ എന്ത് ചെയ്യും, എനിക്ക് ഞാൻ എന്ത് ചെയ്യും, നല്ല ഒരു ടോയ്സ് വാങ്ങിത്തരും. നിന്റെ കുട്ടിക്ക് എന്ത് ചെയ്യും, നല്ലൊരു ടോയ്സ് ഞാൻ വാങ്ങിത്തരും. അടുത്ത എക്സാമിൽ ഫുൾ മാർക്ക് വാങ്ങല് ഒക്കെ ഞാൻ വാങ്ങിത്തരും. അപ്പൊ എന്ത് ചെയ്യാ, സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക. എല്ലാവർക്കും ഞങ്ങളെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാ, ഷെയർ ചെയ്യാ, ലൈക്ക് ചെയ്യാ, കമന്റ് ചെയ്യാ. നമ്മളൊക്കെ വീടുകളിൽ നടക്കുന്ന ഒരു സംഭവം ആണ് ഞാൻ ഇപ്പോൾ കേട്ടത്. ഞങ്ങളെ പോലെ ഉള്ള കുട്ടികൾ എന്ത് പറഞ്ഞാലോ എന്ത് ചോദിച്ചാലോ വേങ്ങിക്കൊടുക്കരുത്. അങ്ങനെ വേങ്ങിക്കൊടുക്കുമ്പോൾ അത് ഞങ്ങളുടെ ഭാവിയെ നശിപ്പിക്കുക ആണ് ചെയ്യുന്നത്. രക്ഷിതാക്കളായ നിങ്ങളെ സന്തോഷത്തിന് വേണ്ടി കുട്ടികൾ ചോദിക്കേണ്ടെല്ലാം കൊടുക്കുന്നു. കുട്ടികളോട് ഞാൻ പറയാൻ നിങ്ങൾ തയ്യാറാവണം. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇവിടെ നിങ്ങൾ കേട്ട ഈ ഒരു സംഭവം നമ്മുടെയൊക്കെ വീടുകളിൽ നടക്കുന്ന ഒരു കാര്യമാണ്. കുട്ടികൾ എന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുക്കുന്ന രക്ഷിതാക്കൾ. ഒരിക്കൽ എൻ്റെ അടുക്കൽ എൻ്റെ ഒരു സുഹൃത്ത് വന്നു. അദ്ദേഹം കുറച്ചു കാലം ഗൾഫിലായിരുന്നു. ഗൾഫിലുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ടായിരുന്നു. ആ സമയം അദ്ദേഹത്തിൻ്റെ മകൻ ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുത്തു. പിന്നീട് അദ്ദേഹം നാട്ടിൽ വന്നു, ഗൾഫ് നിർത്തി നാട്ടിൽ ഒരു സാധാരണ കൂലിപ്പണിക്ക് പോവുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ മുമ്പുണ്ടായിരുന്ന അത്ര ക്യാഷൊന്നുമില്ല. ഇന്ന് അയാളുടെ മകന് 15 വയസ്സായി. ഈ കുട്ടി ഇപ്പോൾ പല കാര്യങ്ങളും ഇദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു. ഇദ്ദേഹത്തിനത് വാങ്ങിക്കൊടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഈ കുട്ടി വല്ലാതെ അക്രമാസക്തനാകുന്നു. കുട്ടി കയ്യിൽ കിട്ടിയതെല്ലാം വലിച്ചെറിയുന്നു, വീടിൻ്റെ ജനലിൻ്റെ ചില്ല് പൊട്ടിക്കുന്നു. ഇങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് കുട്ടി മാറിയിരിക്കുന്നു. വളരെ സങ്കടത്തോടു കൂടിയാണ് ഇദ്ദേഹം എൻ്റെ അടുക്കൽ ഈ ഒരു കാര്യം പറഞ്ഞത്. എൻ്റെ രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇദ്ദേഹത്തിന് പറ്റിയ അബദ്ധം, കുട്ടി ചോദിച്ചതെല്ലാം വാങ്ങിക്കൊടുത്തു. ചെറുപ്പം മുതലേ കുട്ടി ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുത്തു. ഒരിക്കൽ പോലും കുട്ടിയോട് നോ പറയാൻ ഈ പിതാവ്
തയ്യാറായില്ല. നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴെങ്കിലും അവരോട് നോ പറയണം. അവർ ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് എപ്പോഴെങ്കിലും നോ പറഞ്ഞുകൊണ്ട് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും അതിജീവിക്കാൻ അവരെ തയ്യാറാക്കുകയാണ് വേണ്ടത്. നമ്മൾ എല്ലാം സാധിപ്പിച്ചു കൊടുത്താൽ പിന്നീട് ഭാവിയിൽ അവരാഗ്രഹിച്ച് കിട്ടാതിരുന്നാൽ അല്ലെങ്കിൽ അവരാഗ്രഹിച്ചത് കിട്ടാൻ വൈകിപ്പോയാൽ അത് അവർക്കുണ്ടാക്കുന്ന മാനസിക പ്രശ്നം ചെറുതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിൽ ചെറുപ്പം മുതൽ തന്നെ എൻ്റെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാത്തിരിക്കുക എന്ന് പറയുന്നത്, ക്ഷമിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു കഴിവാണ്. കാത്തിരിപ്പ് അല്ലെങ്കിൽ ക്ഷമ എന്നത് ശീലിപ്പിക്കേണ്ടത് നമ്മളാണ്. ഒരു കുട്ടി എനിക്ക് ഇന്ന സാധനം വേണമെന്ന് പറയുമ്പോൾ നീ കുറച്ചു നേരം വെയിറ്റ് ചെയ്യ്, അല്ലെങ്കിൽ നിന്റെ ബർത്ത്ഡേക്ക് തരാം, അടുത്ത എക്സാമിന് ഫുൾ മാർക്ക് കിട്ടിയിട്ട് തരാം, അത്രയും കാലം നീ ഇന്ന് വെയിറ്റ് ചെയ്യ്, നീ കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ ആ കുട്ടി അത്രയും കാലം കാത്തിരിക്കും. അതുപോലെ ആ കുട്ടി അത്രയും കാലം ക്ഷമിച്ചു നിൽക്കുകയും ചെയ്യും. നമ്മൾ ഈ ഒരു ശീലം വളർത്തിയെടുത്തില്ലെങ്കിൽ നമ്മുടെ കുട്ടി വളർന്ന് വലുതായി പല സ്ഥലത്തും ജോലിക്ക് പോകേണ്ടവരാണ്, പല സ്ഥലത്തും പഠിക്കാൻ പോകേണ്ടവരാണ്, പല മേഖലകളിലും എത്തിപ്പെടേണ്ടവരാണ്. അപ്പോഴൊക്കെ അവർക്ക് ഈ കാത്തിരിപ്പ് ശീലമില്ലെങ്കിൽ അല്ലെങ്കിൽ ക്ഷമാശീലമില്ലെങ്കിൽ അവരുടെ ജീവിതം തന്നെ തകർച്ചയിലേക്ക് പോകും. ഈ അവസ്ഥയിലേക്ക് അവരെ നമ്മൾ എത്തിക്കരുത്. മറ്റൊന്ന്, സാധനത്തിൻ്റെ മൂല്യം, പണത്തിൻ്റെ മൂല്യം നമ്മൾ അവരെ ബോധ്യപ്പെടുത്തണം. ഒരു സാധനം വാങ്ങിക്കൊടുത്തിട്ട് അത് പെട്ടെന്ന് നശിപ്പിക്കുന്ന കുട്ടികൾ വീണ്ടും അവന് മറ്റൊരു സാധനം ആവശ്യപ്പെടുമ്പോൾ വീണ്ടും നമ്മൾ വാങ്ങിക്കൊടുക്കുന്നു. ഇവിടെ അവർ മനസ്സിലാക്കുന്നത് എന്താണ്? പണത്തിനൊരു മൂല്യവുമില്ല, സാധനങ്ങൾക്കൊരു മൂല്യവുമില്ല. എന്നാൽ നമ്മൾ അതൊന്ന് വൈകിപ്പിച്ചാൽ അല്ലെങ്കിൽ നോ പറഞ്ഞാൽ അവന് ബോധ്യപ്പെടും സാധനങ്ങൾക്ക് വിലയുണ്ട്, പണത്തിന് മൂല്യമുണ്ട് എന്നുള്ളത്. ഇതുപോലെ തന്നെയാണ് നോ പറയാനുള്ള മനസ്സ്. ജീവിതത്തിൽ എപ്പോഴും യെസ് പറയരുത്, ഇടയ്ക്കിടയ്ക്കെങ്കിലും നമ്മൾ നോ പറയണം. അങ്ങനെ നോ പറയുമ്പോൾ മാത്രമാണ് ഈ കുട്ടികൾ ആരോഗ്യകരമായൊരു മാനസികാവസ്ഥ ഉണ്ടാവുകയുള്ളൂ. കാരണം ചെറുപ്പം മുതൽ നോ പറഞ്ഞില്ലെങ്കിൽ ഇവർ മുതിർന്നു കഴിഞ്ഞാൽ, വലുതായി കഴിഞ്ഞാൽ, എപ്പോഴെങ്കിലും എവിടെ നിന്നെങ്കിലും നോ എന്ന് കേട്ട് കഴിഞ്ഞാൽ അവർക്കത് ഒരിക്കലും താങ്ങാൻ കഴിയണമെന്നില്ല. അവർ മാനസികമായി തകർന്നു പോകും. അപ്പോൾ കുട്ടികളുടെ മാനസിക ആരോഗ്യമെന്ന് പറയുന്നത് ചെറുപ്പം മുതലേ നാം ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കാതെ അവർ എപ്പോഴെങ്കിലും നോ പറയാനുള്ള മനസ്സ് കാണിക്കുക. ചില രക്ഷിതാക്കൾ പറയാറുണ്ട്, എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് ഒന്നും കിട്ടിയിട്ടില്ല, അന്ന് വളരെ ദരിദ്രമായൊരു ജീവിതമായിരുന്നു, എൻ്റെ മക്കൾക്കെങ്കിലും എനിക്കെല്ലാം വാങ്ങിക്കൊടുക്കണ്ടേ, അവരെ സങ്കടപ്പെടുത്താതിരിക്കണ്ടേ, അവർ സങ്കടപ്പെടുന്നത് എനിക്ക് കണ്ടുകൂടാ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. നിങ്ങളുടെ സന്തോഷത്തിനാണ് നിങ്ങൾ ഇതെല്ലാം വാങ്ങിക്കൊടുക്കുന്നത്, ശരിയാണ്. അവർ സങ്കടപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയണമെന്നില്ല, അതും ശരിയാണ്. പക്ഷേ നിങ്ങൾ ഇതിലൂടെ ചെയ്യുന്നത് ഈ കുട്ടിയെ വലിയൊരു സങ്കടത്തിലേക്ക് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. താൽക്കാലികമായൊരു സന്തോഷം കുട്ടിക്കുണ്ടാകും, താൽക്കാലികമായൊരു സന്തോഷം നിങ്ങൾക്കും ഉണ്ടാകും. പക്ഷേ ഇത് ദീർഘകാലത്തേക്കുള്ള ദുഃഖത്തിലേക്കുള്ള വഴി വെട്ടിത്തെളിക്കലാണ് എന്നുള്ള കാര്യം നിങ്ങൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് അവരോട് ഇടയ്ക്കിടയ്ക്ക് നോ പറയാൻ നമ്മൾ മനസ്സ് കാണിക്കുക. ഇവർക്ക് വസ്തുക്കളെക്കാൾ വേണ്ടത് നിങ്ങൾ അവരുടെ കൂടെ കളിക്കലാണ്. ഞങ്ങൾക്ക് കളിപ്പാട്ടം കാണാൻ പ്രാധാന്യം രക്ഷിതാക്കളായ നിങ്ങൾ ഞങ്ങളോടൊപ്പം സമയം ചെലവഴിക്കണമാണ്. നിങ്ങള് ഞങ്ങളൊപ്പം കളിക്കാൻ വരണം, പാട്ട് പാടാൻ വരണം, ഞങ്ങളെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് സന്തോഷമല്ലോ. കളിപ്പാട്ടത്തെക്കാൾ ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ കൂടെ കളിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ഉണ്ടാവണം. അതാണ് ഞങ്ങളെ സന്തോഷം. അടുത്ത വീഡിയോമായി വീണ്ടും കാണുന്നവരെ താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ.